അടുപ്പുകൂട്ടി ചാനലിലെ ഒരു ചർച്ചയോടുകൂടി കോൺഗ്രസിനുള്ള പടലപ്പിണക്കം വീണ്ടും രൂക്ഷമായിട്ടുണ്ട്. അതായത് അവരുടെയൊക്കെ കിളി പോയി എന്നാണ് പറയുന്നത് അല്ലേ? സത്യത്തിൽ കിളിപോയി. കാരണം അതിൽ ഭൂരിഭാഗം പേരും കെ.സി. വേണുഗോപാലിനെയാണ് അനുകൂലിച്ചത്. അപ്പൊ വി.ഡി. സതീശൻ ഒറ്റയ്ക്കായി. അപ്പൊ ഇത്രയും ദിവസം അദ്ദേഹം വനവാസത്തിന് പോയി. അദ്ദേഹം ഏതോ റിസർച്ചിലിരിക്കുവാണ്. അപ്പൊ വനവാസത്തിന് ഇപ്പോഴേ പോകണ്ട, വനവാസത്തിന് പറ്റിയ സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞ് ട്രോളുകളും വരുന്നുണ്ട്. ഈ ഇലക്ഷൻ്റെ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഫാമിലി ആയിട്ടും അടുത്ത കൂട്ടുകാരായിട്ട് എവിടെയോ ഒരു ഇന്റീരിയർ ഇതിൽ പോയിരിക്കുകയാണ്. അത് അങ്ങനത്തെ ട്രോള്. അതെ, വനവാസത്തിന് പോയതാണെന്ന് ഞാൻ കണ്ടു. രാവിലെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും തരക്കമായിട്ട് ഈ ട്രോളുണ്ട്. എന്തായാലും കെ.സി. ആണ് എല്ലാവരും പിന്തുണയ്ക്കുന്നത്. ഇപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു കെ.സി. കുറച്ച് വിയർപ്പ് പുറകിൽ അണ്ടർഗ്രൗണ്ട് വഴി ഒഴുക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം ഇതുവരെയും വെള്ളം കോരിയത് വി.ഡി. സതീശൻ. പക്ഷേ പഠിക്കലെത്തുമ്പോൾ കെ.സി. മുന്നിൽ വരുന്ന ഒരു സാഹചര്യം പെട്ടെന്നുണ്ടാവുകയാണ്. സഹിക്കാൻ പറ്റൂല. ഇപ്പോൾ വി.ഡി. സതീശനും അദ്ദേഹത്തിന്റെ ആൾക്കാരും പ്രാർത്ഥിക്കുന്നത് UDF അധികാരത്തിൽ വരരുതേ സ്വാമി ശരണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. വരികയാണെങ്കിൽ ഇനി അദ്ദേഹത്തിന് ഒരു ബാല്യമില്ല എന്നറിയാം. മുഖ്യമന്ത്രി ആകുവാൻ വേണ്ടിയിട്ട് 5 കൊല്ലം കാക്കണം. അപ്പോഴേക്കും അദ്ദേഹം 65+ പോകും. അത് കഴിഞ്ഞ് ഇവർ വരണമെന്ന് ഉറപ്പാക്കണം. ഇതുവരെയുള്ള ഒരു കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ പിന്നെ വരേണ്ടത് LDF ആണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും BJP ഇസ് ഇൻ ദ വെയിറ്റിംഗ്. നമ്മളെപ്പോൾ വേണമെങ്കിലും അടുത്ത ഇലക്ഷനൊക്കെ ആകുമ്പോഴേക്കും നമ്മളും ഒരു പ്രധാന ശക്തിയായിട്ട് വരാം. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇതാണ് ലാസ്റ്റ് ചാൻസ്, ലാസ്റ്റ് ബസ്സാണിതെന്ന് അദ്ദേഹത്തിന് അറിയാം. രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം. മുരളീധരൻ ഇതിനോടൊപ്പം തന്നെ തികച്ചും അസ്വസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ജയം ഉറപ്പാക്കിയ മറ്റുള്ളതാണ്. ഇവരൊക്കെ തന്നെ സംസാരിക്കുന്നത് 4-ാം തീയതി നമുക്ക് അറിയുള്ളൂ. അതിനിടയ്ക്ക് ഒരു പൊടി പൊട്ടിച്ചിട്ടുണ്ട്. ഡബോ 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 എന്ന് എല്ലാവരും തല ചിതറിപ്പോയി എന്ന് പറയാം കേട്ടോ. നമ്മുടെ രാഹുൽ ഗാന്ധി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു വനിതാ മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേരളത്തിലായിക്കൂടാന്ന്. 14 പേരെ 140 പേരിൽ 14 പേരാണ് UDF മത്സരിപ്പിച്ചിരിക്കുന്നത്, വനിതകളായിട്ട് മത്സരിപ്പിച്ചിരുന്നത്. അവരൊക്കെ ഇപ്പൊ ജോത്സ്യന്റെ അടുത്തേക്ക് ഓട്ടമാണെന്നാണ് പറയുന്നത്. പാഴൂർ പണിപ്പുഴയിൽ ഞാനായിരിക്കുമോ ജയിക്കുമെന്ന് തന്നെ അറിയില്ല. ഈ 14 പേരിൽ എത്ര പേര് സഭ കാണുന്നു പോലും അറിയില്ല. പക്ഷെ അവരൊക്കെ തന്നെ അത് കോൺഗ്രസിൽ തന്നെ ആയിരിക്കണമല്ലോ. ഇപ്പോൾ UDFൻ്റെയാണ് നമ്മൾ പറയുന്ന 14 കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അത്രയും തന്നെ ഇല്ല. അവരൊക്കെ പാഴൂർ പടിപ്പുരയിൽ പ്രശ്നം വെച്ച് തൻ്റെ ജാതകം അല്ലെങ്കിൽ ഹൊറോസ്കോപ്പ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. എനിക്ക് വീഴുമോ? പണ്ടൊരു ഇതുണ്ടായി, നമ്മളൊക്കെ ഞാൻ കുഞ്ഞാലിക്കുമ്പോൾ കേട്ടിട്ടില്ല, കേരം തിങ്ങും കേരള നാട്ടിൽ തിരിച്ചിടും എന്ന് പറഞ്ഞിട്ട്. ഇതുവരെ ഒരു മുഖ്യമന്ത്രിയെ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ UDFനും വന്നിട്ടില്ല. ശരിയല്ലേ? ഡൽഹിയിൽ എൻ്റെ കൂടെ മഹിളാ മോർച്ചയിൽ നാഷണൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന രേഖാജിയാണ് ഭരിക്കുന്നത്, ഡൽഹി മുഖ്യമന്ത്രി. എന്ത് എളുപ്പത്തിലാണ് അബ്സോർബ് ചെയ്ത് പോയത്. ആദ്യം അവിടെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. അപ്പോഴാണ് ഇങ്ങോട്ടേക്ക് അസംബ്ലിയിലേക്ക് വരുന്നത്. രേഖാജി മത്സരിച്ചു, വിജയിച്ചു, മുഖ്യമന്ത്രിയായി. അതൊക്കെ പാർട്ടി കൊടുക്കുന്നു. BJPയുടെ എത്ര മുഖ്യമന്ത്രിമാർ വനിതകളായിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കീ പൊസിഷനിലുണ്ടെന്ന്. പക്ഷേ ഏറ്റവും കൂടുതൽ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണെന്ന് ക്ലെയിം ചെയ്യുന്ന കേരളം വേണ്ടേ മാതൃകയാവാൻ. എല്ലാത്തിനും നമ്പർ വൺ എന്ന് പറയുമ്പോൾ പിണറായി സഖാവ് ഭരിക്കുന്ന കേരളത്തിൽ നിന്ന് തന്നെ ഒരു വനിതയെ കൊണ്ടുവരേണ്ടത്. എങ്ങാനും ശൈലജ ആയാലോ എന്ന് വിചാരിച്ച് അവർ തോക്കുമെന്ന് ഉറപ്പിച്ച് പേരാവൂര് കൊണ്ട് നിർത്തി. അവിടെ പറയുകയാണെങ്കിൽ SFIയുടെ പ്രവർത്തകരോ DYFIയുടെ പ്രവർത്തകരോ ഒന്നും തന്നെ ഫോർഫ്രണ്ടിൽ നിന്ന് പ്രവർത്തിച്ചില്ല എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രജിത ചോദിച്ച ചോദ്യം UDFൽ അടിയാണ്. അപ്പോൾ സാന്ദർഭികമായി LDFിലേക്ക് പോയി എന്നുള്ളൂ. അവിടെ ഒന്നുമില്ല, സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയില്ല, ഒന്നുമില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് UDFിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തല അസ്വസ്ഥനാണ്. മുരളീധരനും ശ്രീ K. കരുണാകരനോട് ചേർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കിയിരുന്നു, ഡെമോക്രാറ്റിക് ഇന്ദിര കോൺഗ്രസ് എന്ന് പറഞ്ഞ്. അത് തുടങ്ങിയ സമയത്ത് കോൺഗ്രസിൽ വളരെ സജീവമായി നിന്ന് പലരും അവരോടൊപ്പം ചേർന്നു. ഇവർ രണ്ടുപേരും തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ വന്നു, ഇന്ദിര കോൺഗ്രസിലേക്ക് വന്നു. പക്ഷേ അന്ന് ഇവരോടൊപ്പം സജീവമായി നിന്ന പലരും തന്നെ തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നില്ല എന്നും ഒരു ശ്രുതിയുണ്ട്. ശ്രീ K. മുരളീധരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ്സിലുണ്ടായിരുന്നത്, കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നല്ലോ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്താണ് ഇന്ദിരാ ഭവനൊക്കെ ഉണ്ടാക്കി നല്ല നിലയിൽ കൊണ്ടുപോയിരുന്നത്. ആ ഒരു ലീഡർഷിപ്പ് ആൾക്കാർ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മുരളിക്ക് ഒരു വിധം ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇതിലേക്ക് വരൂല. അപ്പം ഞാനായില്ലെങ്കിൽ ആവണ്ട,
കേരള ക്രാബ് സ്റ്റോറി നമുക്ക് ഈ സമയത്ത് ഓർക്കുന്നത് നന്നായിരിക്കും അല്ലേ? അതെ. ഒന്നൊരു എന്താണ് ഞണ്ട് പിടിച്ച് 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 കയറി വരുമ്പോൾ, അതായത് കേസി ഇങ്ങനെ പിടിച്ച് പിടിച്ച് കയറി വരുമ്പോൾ ടബോ ഈ കാലി പിടിച്ച് നമ്മളുടെ ഇദ്ദേഹം മുരളി താഴ്ത്തേക്കണം. രമേശിനെ വെറുതെ ഇരിക്കാൻ പറ്റും. രമേശിനെ സംബന്ധിച്ചോളം ഐ തിങ്ക് ഈ 70+ തോന്നുന്നല്ലേ. ഇത് ലാസ്റ്റ് ബസ്സാണ്. അതെ. കുറേ നാൾ കാത്തിരുന്നിട്ട് ഒരു ബസ് ദൂരേന്ന് കാണുകയാണ്, ലൈറ്റൊക്കെ ഇട്ട് വരുന്നുണ്ട്. അതിലെങ്ങനെയെങ്കിലും ചാടിക്കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം NSUവിൽ കൂടെ ഒക്കെ പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അത്രയും വർഷത്തെ പ്രവർത്തന പാരമ്പര്യം. NSUIയുടെ പ്രസിഡന്റ് ആയിരുന്നു, ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് രമേശ്. അദ്ദേഹത്തിന് ക്ലെയിം വെക്കുന്നതിലും കുഴപ്പമില്ല, ആഭ്യന്തരമന്ത്രിക്ക് ആയിരുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് VD സതീശൻ ഈ കഴിഞ്ഞ 5 കൊല്ലം അദ്ദേഹം പെടാപ്പാട് പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മന്ത്രി പോലും അദ്ദേഹം ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. മന്ത്രി പോലും ആവാണ്ട് നേരെ മുഖ്യമന്ത്രി കസേര ലാക്കാക്കി നടക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് കൂടെ അനുഭാവിയായ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിയാസിനെ കൊണ്ട് അദ്ദേഹം പറയിപ്പിച്ചു ഒരു എറണാകുളം ജില്ലക്കാരനായിരിക്കും മുഖ്യമന്ത്രി എന്ന്. അത് ആര് വേണമെങ്കിലും ആവും. നമ്മളെല്ലാവരും അപ്പം അസ്യൂം ചെയ്തു സതീശിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഷിയാസ് എന്താ ജയിക്കൂലേ? അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയിൽ ദീപക് ജോയ് എന്താ ജയിക്കൂലേ? അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ടോണി ചമ്മണി മേയറായിട്ട്, കൊച്ചി പോലൊരു കോർപ്പറേഷൻ്റെ മേയറായിട്ട് 5 വർഷം ഭരിച്ച ഒരു വ്യക്തിക്ക് എന്താ CM ആയിക്കൂടെ? ശരിക്കും പറയുകയാണെങ്കിൽ സതീഷിനെക്കാട്ടിലും കൂടുതൽ പ്രവൃത്തി പരിചയം അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹം ഒരു എന്താണ് ഭരണ പൊസിഷനിലിരുന്ന ആളാണ്, ഭരണാധിപതിയായിട്ടിരുന്ന ആളാണ്, ഒരു പൊളിറ്റീഷ്യൻ മാത്രമായിട്ടിരുന്ന വ്യക്തിയല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ കോൺഗ്രസ്സിൽ KC വേണുഗോപാലിന് അങ്ങനെ ഒരു ഭരണപാഠകമുണ്ടോ? രമേശ് ചെന്നിത്തലയ്ക്ക് ഒഴിച്ച് ബാക്കി ആർക്കാണ് ഒരു ഭരണപാഠവുമുള്ളത്? മറ്റൊരു കാര്യം നമുക്ക് പറയാം, ഇപ്പോൾ ഈ ലോഹയിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ എല്ലാ ന്യൂനപക്ഷ വിഭാഗത്തിലെ ആൾക്കാർക്കും പറയാം, ഞങ്ങളുടെ മതത്തിൽ നിന്നൊരാൾ വരണം. ഇപ്പോൾ കേൾക്കുന്ന എല്ലാ പേരുകളും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു പേരുകളാണ് കേൾക്കുന്നത്. അവർക്കും വേണമെങ്കിൽ അവസാന നിമിഷത്തിൽ പറയാൻ കോലിടാൻ പറ്റില്ല എന്ന്. ഓൾറെഡി മുസ്ലിം ലീഗ് പറഞ്ഞു കഴിഞ്ഞു, ആദ്യം ജയിക്കട്ടെ, ജയിച്ച ആരൊക്കെ MLA-മാരാവും അറിയട്ടെ. ഈ പറയുന്ന സഹോദരന്മാരെല്ലാവരും തന്നെ ജയിച്ചു വരണമെന്നും ഉറപ്പില്ല. ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം CM ആയിട്ട്, ചീഫ് മിനിസ്റ്ററായിട്ട് വരികയാണെങ്കിൽ ഒരു MP സീറ്റ് പോയോ? ഇനി അവിടെ ജയിക്കണമെന്ന്, കോൺഗ്രസ് ജയിക്കണമെന്ന് യാതൊരു ഉറപ്പില്ല. കാരണം ഓൾറെഡി സെൻട്രലിൽ ആരാണ് പവറിലിരിക്കുന്നതെന്ന് അറിയാം. തീർച്ചയായും BJPക്കാണ് ഒരു നല്ല ചാൻസ് വരുന്നത്. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ നല്ല സ്തുത്യർഹമായ ഒരു പ്രകടനം കാഴ്ച വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ. എന്തുമാത്രം വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ പിടിച്ചത്. അപ്പം ഞങ്ങൾക്കും NDAക്കും അവിടെ ഒരു ക്ലെയിം വയ്ക്കാം. അദ്ദേഹത്തിന് അതൊന്നും പ്രശ്നമല്ല. ഇനി വരുന്ന 3 കൊല്ലം കോൺഗ്രസ്സിന് ഡൽഹിയിൽ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എന്നെ പോലെ കഴിയുന്ന പോലെ കുറച്ച് കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി വരുന്ന, അത് കഴിഞ്ഞ് വനവാസത്തിന് പോകണമല്ലോ. ആ വനവാസത്തിന് പോകുമ്പോൾ നല്ല പാടും, പണ്ട് സന്യാസിമാരൊക്കെ പോകുമ്പോൾ ഒരു തുണിസഞ്ചി, ഒരു കോലിൻ്റെ അറ്റത്ത് ഒരു തുണിസഞ്ചിയിൽ അവർക്ക് അന്നത്തേക്ക് ആവശ്യമുള്ള 1-2 തുണികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പം ഇങ്ങനെ പോകുമ്പോൾ എന്തായിരിക്കും എന്ന് നമുക്ക് ആ സഞ്ചിയിൽ സുധാകരൻ, സുധാകരന്റെ ഒരു നീക്കം കൂടി നമ്മൾ നോക്കണം. കാരണം സുധാകരൻ അദ്ദേഹത്തിന് എന്തായി മനസ്സിലായി പരിചിത, അദ്ദേഹം ഹി ഹാസ് ഗോൺ ക്രേസി എന്ന് തന്നെ പറയണം. സുധാകരൻ, അദ്ദേഹത്തിന് ഇവിടെ MLA സീറ്റ് കിട്ടിയില്ലാത്ത സമയം മുതൽ, ഉറപ്പാക്കിയ സമയം മുതൽ സീറ്റ് കിട്ടില്ല എന്ന് അദ്ദേഹം എന്തൊക്കെ പരവശമായി കാണിക്കുന്നേ. ഇപ്പോൾ ഈ KC വേണുഗോപാലിനെ അദ്ദേഹം എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഒരു MP ആണ് KC വേണുഗോപാൽ, ഒരു MP ആണ്. ഇവിടെ വേറെ MLA ആയിട്ട് എത്രയോ വർഷങ്ങൾ MLA ആയിട്ട് ടേം ആഫ്റ്റർ ടേം ഇരുന്ന വ്യക്തികളില്ലേ? അങ്ങനെയുള്ളപ്പോൾ എന്തിന് ഒരു MP-യെ രാജിവയ്പ്പിച്ച് MLA ആയിട്ട് കൊണ്ടുവരണം? ആ സീറ്റ് തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല അല്ലേ? അങ്ങനെയുള്ള അവസരത്തിൽ ഇത് ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള ദുഷ്ടലാക്ക് അല്ലെങ്കിൽ കള്ളക്കണ്ണ്, എനിക്ക് കിട്ടാത്ത നിനക്കും കിട്ടണ്ട, സണ്ണി ജോസഫിന് കിട്ടണ്ട, രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടണ്ട, VD സതീശിന് കിട്ടണ്ട, അല്ലെങ്കിൽ ആർക്കും കിട്ടണ്ട. അദ്ദേഹം ഡൽഹിയിൽ പോയിരിക്കുവാണല്ലോ. കൊടും ശൈത്യത്തിലും ഏറ്റവും കൂടിയ വെയിലിലൊക്കെ ഡൽഹിയിൽ പോയിട്ട് ആരുടെ ശബ്ദമാവാനാണ്? ഒന്നും വരുന്നില്ല. TV-യിൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖം വരുന്നില്ല. അദ്ദേഹം KPCC പ്രസിഡന്റ് അല്ല. അപ്പോൾ എനിക്ക് കിട്ടാത്തത് നിനക്ക് കിട്ടണ്ട എന്നുള്ള ഇതിലെ സത്യത്തിൽ കോൺഗ്രസിലെ ഏറ്റവും വലിയ പ്രശ്നം ഏതാ? കൊതിക്കറവ് മാത്രമല്ലാന്നെ അവർക്ക് പലർക്കും, പല ലീഡേഴ്സിന്, ഇപ്പോൾ ഉള്ള പല ലീഡേഴ്സും 60+ ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോഴേക്കും പലരും കാലഹരണപ്പെട്ടു പോയിട്ടുണ്ടാവും.
അപ്പോൾ അവർക്ക് സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടിയിട്ടാണ് അവരുടേതായ അനുഭാവികളെ കൊണ്ട് ഞാൻ വരണം ഇന്ന ആൾ വരണം എന്ന് പറയിക്കുന്നത്. അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നു സിംഗിൾ ഡാൻസ് വേണ്ടാന്ന്. എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ ഞാൻ അപ്പോൾ പറഞ്ഞോളാം. എന്തായാലും സിംഗിൾ ഡാൻസ് വേണ്ട. അത് കുറേ നാളായി ഇവർ പറയുന്നുണ്ട് സിംഗിൾ ഡാൻസ് വേണ്ട. എന്താ 5ഉം 6ഉം പേര് ചേർന്ന് മുഖ്യമന്ത്രിയാവുന്നോ? അതോ കൊച്ചി കോർപ്പറേഷനിലൊക്കെ വെച്ചിരിക്കുന്ന വീതം വെച്ച് കൊടുക്കുമോ? 5 വർഷത്തിൽ 1 കൊല്ലം കെ മുരളീധരന്, 1 വർഷം സീനിയോറിറ്റി അനുസരിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക്, 1 വർഷം വി.ഡി. സതീശന്, 1 വർഷം കെ.സി. വേണുഗോപാൽ. അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ വീതം വെച്ച് കൊടുക്കുന്ന രീതിയും ആലോചിക്കാമല്ലോ. ഇപ്പം നമ്മുടെ പല മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും വീതം വെച്ച് കൊടുക്കുകയാണ് ചെയർമാൻ്റെ, മേയറുടെയൊക്കെ ഡെപ്യൂട്ടി മേയറുടെയൊക്കെ സ്ഥാനം. ഇപ്പോൾ ദീപക് ജോയി ആണെങ്കിൽ 2.5 കൊല്ലത്തേക്കാണ് ഡെപ്യൂട്ടി മേയർ, മിനിമോൾ മേയർ 2.5 കൊല്ലത്തേക്കാണ്. അതുപോലെ ഇവിടെ ഓരോ കൊല്ലത്തേക്കാക്കിക്കോട്ടെ. അത്രയും നേതാക്കൾ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്നുണ്ട് പ്രായമായ, അതുപോലെ കോൺഗ്രസിന് വേണ്ടി സമർപ്പിച്ച് പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാർ, MLA ആവും നമുക്ക് ഉറപ്പുള്ള ആൾക്കാരെ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റുന്നു. അവർ ഓരോ കൊല്ലം ഭരിക്കട്ടെ, അവർക്കും ഒരാഗ്രഹം ഉണ്ടല്ലേ. ഈ രാഷ്ട്രീയം വിട്ട് നമ്മൾ പറയാൻ പോലെ എപ്പോഴാണെങ്കിലും നമ്മൾ ഒരിക്കൽ കാലയവനികയ്ക്കുള്ളിൽ മറിയും. അപ്പോൾ മുഖ്യമന്ത്രി ആരൊക്കെയായിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഈ റോൾ ഓഫ് ഓണർ കാണാൻ രസമായിട്ട് 2 വർഷം 3 വർഷമൊക്കെ ഇരുന്ന ആൾക്കാരുടെയൊക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ട് അപ്പോൾ ഏതായാലോ 26 മുതൽ 27 വരെ ഒരാൾ, 27 മുതൽ 28 വരെ ഒരാൾ. പക്ഷെ ആ പേര് ദാറ്റ് വിൽ ബി ദെയർ ഫോർ എവർ. അതിന് വേണ്ടിയിട്ടാണ് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പോകാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാണിക്കുന്ന പരാക്രമങ്ങൾ. ഇതിപ്പോൾ ഒരു മാറ്റർ ഓഫ് 18 ദിവസമൊക്കെ അല്ലേ ഉള്ളൂ. അതുവരെ അവർ കളിച്ചോട്ടെ. തീയ അണയുന്നതിന് മുമ്പ് ആളിക്കത്തും നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ഇവർ മാക്സിമം മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ നോക്കുന്നു. തങ്ങളുടെ പേര് ലൈവാക്കി നിർത്തുക എന്നൊരു രാഷ്ട്രീയത്തിലൊരു പ്രധാന കാരണമാണ്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ഡിമ്മായ സമയത്ത് ഇവർ ലൈവായിട്ട് നിർത്തുവാൻ കാണിക്കുന്ന ഒരു അഭ്യാസം തന്നെയാണ്. ഈ ഞാൻ ആരായിരിക്കും മുഖ്യമന്ത്രി, ഒരാൾ മറ്റയാളുടെ പേര് പറയുന്നു, മറ്റയാൾ ഇയാളുടെ പേര് പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. നമ്മളിപ്പോൾ പറയേണ്ട കാര്യമല്ല എന്ന് പറയുന്ന നേതാക്കന്മാർ പറയുന്നു. അപ്പം ഞാൻ പ്രജിതയുടെ പേര് പറയുന്നു, എന്നെ കൊണ്ട് പ്രജിത പറയിപ്പിക്കാൻ നമ്മളിപ്പോഴും അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് അങ്ങനെ യാതൊരു തോന്നില്ല. പ്രജിത നല്ല കുട്ടിയായി, പ്രജിതയ്ക്ക് ഇതിൽ ആഗ്രഹമില്ല, അവകാശവാദങ്ങൾ വച്ചിട്ടില്ല. പക്ഷെ എന്നെ കൊണ്ട് പറയിച്ചുകൊണ്ടിരിക്കുകയാണ്, പേര് ലൈവായിട്ട് നിർത്താണ്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിചാരവും അല്ലെങ്കിൽ അതിനുള്ള ഒരു കഴിവും അരിയാഹാരം കഴിക്കുന്ന കേരള ജനതയ്ക്ക്, നിങ്ങൾക്ക് വോട്ട് ചെയ്ത കേരള ജനതയ്ക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി കുറച്ച് നാൾ, ഒരു 2-3 ആഴ്ച മിണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരുന്ന അത് നിങ്ങൾക്ക് ഗുണം എന്നേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇലക്ഷൻ്റെ റിസൾട്ട് വരട്ടേന്നേ. നിങ്ങൾ പറയുന്നത് പോലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA മാർ നിങ്ങളെ ആക്കട്ടെ. അതുവരെ ഒന്നും മിണ്ടാണ്ടിരുന്നൂടെ.